ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് അവസാനം പറയാം. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ബഷീറിനെ ഡീപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. സമർത്ഥനായ ഒരു വക്കീലായിരുന്നിട്ട് കൂടി നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ ചിന്തയിൽ ഇങ്ങനെയും തോന്നാത്തത് എന്തുകൊണ്ടാ? അത് ഓർക്കുമ്പോഴാ എനിക്ക് ആശ്ചര്യം. എന്ത് തോന്നാത്തെന്നാ? നിങ്ങൾ കാര്യം പറയണം. ധൃതി വയ്ക്കാതെ പറയാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെ. കപ്പലിലെ ക്യാപ്റ്റൻ അന്യായമായി ബഷീറിനെ തടങ്കൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മൂവ് ചെയ്താൽ നിങ്ങൾ വിജയിക്കില്ലേ? സംശയിക്കേണ്ട. അർജന്റ് റിപ്പറ്റീഷൻ രാവിലെ മൂവ് ചെയ്താൽ ഉച്ചയ്ക്ക് മുൻപ് ഓർഡർ ആകും. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് കോടതി ആളെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആളെ തിരിച്ചറിയുന്നത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടും. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? മിസ്റ്റർ എക്സ്, എന്റെ പേര് അതാണ്. ഹലോ ഹലോ, ആരാ ഫോൺ ചെയ്തേ? മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സോ? ഒരു ചായ താമേ. ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു സർ? എന്ത് പറയാൻ, നാളെ ഉച്ചയ്ക്ക് ബഷീറിനെ കൊണ്ട് കപ്പൽ തിരിച്ചു പോകും. സർ, ഒരു ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്താലോ? ഹേബിയസ് കോർപ്പസോ? അതെ സർ. അന്യായമായി ബഷീറിനെ കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്താൽ സ്പെഷ്യൽ ഓർഡർ വഴി ബഷീറിനെ നാളെ കോടതിയിൽ എത്തും. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഐഡിയ? ഓഫീസിൽ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ബുക്കിരിപ്പുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ഇത് എന്റെ ഐഡിയ അല്ല. ആരുടെ ഐഡിയ ആയാലും ശരി, അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇവിടെ ആരുണ്ട് ബഷീറിന്റെ അടുത്ത ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? എമിഗ്രേഷൻ ഓഫീസിൽ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ ആളെ വിട്ട് കിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബഷീറിനെ. ഐ എം സോറി സർ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ആരാ ചേട്ടാ ഈ എക്സ്? എക്സോ? അതെ സർ, എക്സ് ആണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. ഏത് എക്സ്? ഹലോ, എടാ വക്കീൽ സാറാണോടാ? എന്ത് പറ്റി? തോറ്റ് തുല്യം പാടിയോ? അയ്യോ, അനാഥന് നാഥനുണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ, എന്നിട്ട് നടന്നില്ലല്ലേ? കേസില്ലെങ്കിൽ പറയടാ, ഞാൻ തരാം. നേരിട്ട് വന്ന് പറയടാ റാസ്കൽ. വരട്ടാടാ കൊച്ചലെ. നീ ആര് തർമ്മപുത്രനോ? നീതിയും തർമ്മവും നടത്താൻ നീ ആളാണെങ്കിൽ നിന്റെ തന്ത സിംഹം കേശമുള്ളയാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ആ അനാഥനെ ഇത് കളത്തുണ്ടാക്ക്. ഞാൻ കാണട്ടെ. പട്ടി കഴുവറടാ മോനെ. ഞാൻ സിംഹം കേശവലയുടെ മോൻ തന്നെയാടാ. നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല, നീ നോക്കിക്കോ. വേണ്ട ഏട്ടാ, വഴക്കിനൊന്നും പോകണ്ട. സർ, വാശിയൊന്നും വേണ്ട. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. എനിക്ക് വാശിയാണ്. ഇതേ, നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല. നിയമം കൊണ്ട് സാധിക്കാത്തത് നിയമനിഷേധം വഴി സാധിക്കും. മതി മതി മതി, എത്രയും മതി. പോലീസിനാണ് പോയില്ലേ? രക്തം വേണ്ടേ? ഏയ്, എന്താ ക്യാപ്റ്റൻ കാണിക്കുന്നേ? മാക്സിമം ഒറിജിനാലിറ്റി ആയിക്കോട്ടെ. ബഷീറിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ പോലീസ് വിശ്വസിക്കും. പിന്നെ വിശ്വസിക്കാതെ? അതല്ല, ബഷീറിന്റെ സംഭവം എല്ലാവർക്കും അറിയാം.
അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും നാടകമാണെന്ന് അവർ കരുതിയാലോ? നോ നെവർ. ഈ തെളിവൊക്കെ ഉള്ളപ്പോഴോ? ഇനി അയാൾ ഏത് രാജ്യത്തെ പൗരനായിരുന്നാലും ശരി, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ല. മാനസിക രോഗിയും അക്രമിയുമായ ഒരാളെ കപ്പലിൽ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് പോലീസ് ഓഫീസറാ ഉള്ളത്? എനിക്കതൊന്ന് കാണണമല്ലോ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. യു വിൽ ബി മാനേജിംഗ് ദ ഹോൾ തിങ്. ഓക്കെ? ഓക്കെ. ഐ എം ക്യാപ്റ്റൻ ജോൺ സാമർ. നിങ്ങളെയാണോ ആക്രമിച്ചത്? അതെ. എന്നിട്ട് അയാൾ എവിടെ? അയാളെ അപ്പുറത്തൊരു മുറി പൂട്ടിയിട്ടിരിക്കുക. പോയി കൊണ്ടുപോടോ. സാർ, Yes? സൂക്ഷിക്കണം. ആളല്പം വയലന്റ് ആണ്. അതൊക്കെ ഒരു നോക്കിക്കോളൂ. നോ പ്രോബ്ലം. രാംദേവ്, जी साहब. उसको दिखाओ. आइए साहब. എന്താ സംഭവിച്ചത്? പറയാം സാർ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഫോർട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. അവിടെ നേരെ സ്റ്റേഷനിൽ എത്തണം. മൊഴിയെടുക്കണം. ആ, കപ്പൽ എന്ന് തുടങ്ങും. നാളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഞങ്ങളുടെ ഇവിടുത്തെ ഏജൻസി മുഖർജി ആൻഡ് കമ്പനി. ഓക്കെ. എല്ലാം ബഷീറിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അതവൻ അറിയുന്നില്ലല്ലോ സാർ. അറിയും. ഇന്നല്ലെങ്കിൽ നാളെ അറിയും. യാത്ര ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വരട്ടെ. സോഫ്റ്റ് വായിച്ചു. താങ്ക് യു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സാർ, ഇനി ഞാനൊരു സൂര്യസ്വാമി മദ്രാസിൽ നിന്ന് വിളിച്ചിരുന്നു. വേറെ ആരും വിളിച്ചില്ലേ? ഇല്ല. ഇടൂ, ആ മാറ്റുവിന്റെ ഓപ്ഷൻ നോട്ടീസ് വന്നോ പേപ്പറിൽ? ആ തൃശ്ശൂർ ഇടിച്ച വണ്ടി ടോട്ടൽ ഡാമേജ്. ആ, വന്നു. ആ പേപ്പറിങ് എടുത്തോണ്ട് വാ. SI ഒന്ന് കാണണമായിരുന്നു. അകത്തുണ്ട്. സർ, എന്റെ പേര് മുഹമ്മദ് അലി. സെന്റർ ഫോർ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഇസ്ലാമിക് ബ്രദർഹുഡോ? അതെ. മുസ്ലിം സഹോദരന്മാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന.
അതിന് പോലീസ് സ്റ്റേഷനിലാണോ പിരിവിന് വന്നിരിക്കുന്നത്? അയ്യോ, പിരിവിനൊന്നുമല്ല സാർ. പിന്നെ 2 ദിവസം മുൻപ് പത്രത്തിൽ ഒരു കഥ വായിച്ചു. ഒരു മുസ്ലിം സഹോദരന്റെ കഥന കഥ. സ്വയം ദുഃഖം പേറി കടലിൽ ഉതിരാക്കാൻ വിധിക്കപ്പെട്ട ബഷീറിന്റെ കഥ. ഉതിറിയോ? അക്ഷരത്തെറ്റില്ലാതെ മലയാളം പറയാൻ പഠിക്കണോ ആദ്യം? അന്വേഷിച്ച് പറഞ്ഞു ആ പാവ ഇപ്പം ഇവിടെ ലോക്കപ്പിലുണ്ടെന്ന്. ഞങ്ങളുടെ സംഘടന അയാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് സാർ. അയാളെ ഞാൻ ജാമ്യത്തെടുത്തോളാം സാർ. ഓഹോ, നിങ്ങളുടെ സംഘടനയ്ക്ക് ബഷീറിനോട് മാത്രം എന്താ ഇത്ര സഹോദര സ്നേഹം? വേറെയും പല മുസ്ലിം സഹോദരന്മാരും കിടപ്പുണ്ട് സബ് ജയിലിൽ, ജാമ്യത്തിലെടുക്കാൻ ആളില്ലാതെ. അവരെ ഒന്നും നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടേ? അല്ല, അവരുടെ കാര്യത്തിലും സംഘടനയ്ക്ക് താല്പര്യമുണ്ട്. ആദ്യം ബഷീർ. സാധ്യമല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കാണാനെങ്കിലും. അതും സാധ്യമല്ല. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സാറ് പറയുന്നേ? വകുപ്പോ? എനിക്ക് നീ എന്നെ വകുപ്പ് ഓടിക്കാൻ വന്നിരിക്കുന്നോ? പോടാ സർ, പോടാ. സാറത്ര ചൂടാവൊന്നും വേണ്ട. ഗെറ്റ് ഔട്ട്. ഒരു സഹോദര സംഘടനക്കാരൻ മതി. സാറ് ചോദിച്ചോ, ഇരിക്കട്ടെ. മുഹമ്മദ് അലി പൊയ്ക്കോ. എസ് ഐ അദ്ദേഹം ഇപ്പൊന്നും പോവില്ല. തന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ സാമ്യല്ലേ ഇത്? എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. ബഷീറോ? അതെ, കപ്പലിലുണ്ടായിരുന്ന ബഷീർ. ഞാൻ പോർട്ടിൽ ചെന്നപ്പോ അവര് പറഞ്ഞു ഇവിടെ ഉണ്ടാകുമെന്ന്. നിങ്ങളാരാ? ഞാൻ വെങ്കട്രാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാ. അകത്ത് എസ് ഐ ഉണ്ട്, ചെന്ന് ചോദിക്കും. ഓ, മേ ഐ കം ഇൻ സർ? യെസ്. എന്ത് വേണം? ഇരിക്കൂ. എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. എന്തിനാ കാണുന്നേ? നിങ്ങളയാളെ അറിയോ? അറിയും. അതൊരല്പം പഴയ കഥയാ. പറയൂ. ഞാൻ ബഷീറിനെ ആദ്യമായി... ഹലോ, അതെ. എവിടെ? മാർക്കറ്റിലോ? വരാം, ഉടനെ വരാം. മാർക്കറ്റിൽ സമരക്കാരെ ബസ്സിന് തീ വെച്ചെന്ന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. നമുക്ക് പിന്നെ കാണാം.